Morning. Good morning, sir. Yes, good morning. Okay, let us start. ആരംഭിച്ചാലോ? Let us start. Okay, Regina. Okay, Yes, very sir. good. Okay, Alfia. Okay, start. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അക്ഷര നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമുക്ക് അതില് തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞു. ഓക്കെ ഷഹാന, ഇത്രയും വരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞു, ആമിൻഡൈ എന്ന് എഴുതരുത്, പകരം എന്ത് എഴുതണം, ആറിൻഡൈ എന്ന് എഴുതണം. റൈറ്റ്? ഇത്രയല്ല പറഞ്ഞു നിർത്തിയത് നമ്മള്. ഓക്കെ അക്ഷര, ശരിയാണ് ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആ ക്വസ്റ്റ്യൻ ടാഗില് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ ടാഗില് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കറിയാം തന്നിരിക്കുന്ന വാചകത്തില് നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്സിലറി വെർബായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഈസ്, ആം, ആറ്, വാസ്, വേർ, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ്, അങ്ങനെ ഓക്സിലറി വെർബുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അതിന് തന്നിരിക്കുന്ന വാചകം നോക്കുന്നു. പോസിറ്റീവ് ആണ് വാചകമെങ്കിൽ ഒരു നോട്ട് ചേർക്കുന്നു ഓക്സിലറി വെർബിന്റെ. തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കുന്നില്ല. പിന്നെ സബ്ജക്റ്റും എഴുതി കഴിഞ്ഞാൽ അത് സംഭവം എന്തായി, ക്വസ്റ്റ്യൻ ടാഗായി, അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ടൊരു വാചകം നിങ്ങളോട് പറയുന്നു. എഴുതിക്കോട്ടെ. ദേ ഹാവ് ഗോൺ ടു മദ്രാസ്. They have gone to Madras. Okay. They have gone to Madras എഴുതിയിട്ട് ഒരു കോമ ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കും. അപ്പൊ അത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് എന്താണത്, ക്വസ്റ്റ്യൻ ടാഗ് അഥവാ ടാഗ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഇതിന്റെ അകത്തുള്ള ഹെൽപ്പിംഗ് വെർബിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ റെജീന, ഇതിന്റെ ഉള്ളിലെ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? They have. ദേ വേണ്ട, ഹാവ് മതി. ഏതൊക്കെയാണ്? ഈസ്, ആം, ആറ്, വാസ്, വേറെ, ഹാസ്, ഹാവ്, ഹാഡ്, ബില്ല്, ഷാല്, വേ, മൈറ്റ്, ഷുഡ്, കുട്ട്, മുട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പൊ അതിന്റെ ഇവിടെ ഹാവ് കിടപ്പുണ്ട്. അപ്പൊ ഹാവിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഓക്കെ, എടുത്തി. ഇനി നമ്മൾ നോക്കുന്നത് തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ് റെജീന? പോസിറ്റീവ്. പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹാവിന്റെ കൂടെ എന്തുകൂടി ചേർക്കാം, ഒരു നോട്ട് കൂടി ചേർക്കാം. അപ്പൊ ഹാവ് പ്ലസ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഹാവിന്റെ. ഈ സബ്ജക്ട് എന്താണ്, ദേ. ഹാവിന്റെ സിമ്പിൾ അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ് മുഖ്യ പറഞ്ഞത്, ഹാവിന്റെ ദേ. ഓക്കെ, ഇത്ര ഉള്ള സംഭവം. ഇനി തന്നിരിക്കുന്ന വാചകം വിവിധ തന്നിരിക്കുന്ന വാചകം ഓക്കെ, തന്നിരിക്കുന്ന വാചകം ദേ ഹാവ് നോട്ട് ഗോൺ ടു മദ്രാസ് എന്നാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെരി സിമ്പിൾ. ഓക്കെ, യു ആർ ഇന്റലിജന്റ്, കറക്റ്റ് ആൻസർ ആണ് ഹാവ് ദേ. അപ്പൊ നമ്മൾ നോട്ട് ചേർക്കേണ്ട, കാരണം തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് മതി. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, നോട്ട് ചേർക്കണ്ട. അതിനും പിടി കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതിനും പിടി കിട്ടിയല്ല. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നു,
ഹെൽപ്പിംഗ് വെർബ് പുറത്തേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് നോക്കുന്നത്, പോസിറ്റീവ് ആക്കണോ നെഗറ്റീവ് ആക്കണോ എന്ന് നോക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ സബ്ജക്റ്റും കൂടി ചേർത്ത് വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് എന്തായി, ക്വസ്റ്റ്യൻ ഉണ്ടായി. ഓക്കെ, അഖില. യെസ് സർ. ഓക്കെ, ചോദ്യം അഖിലയോടാണ് കേട്ടോ. They went to Delhi. They went to Delhi, comma, dash, question mark. They went to Delhi. Okay, ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എഴുതുക. അപ്പൊ എന്ത് വരും? ഇതിന്റെ അത് ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് വെന്റ്. ആ, ഹെൽപ്പിംഗ് വെർബ് വെന്റ് അല്ല, അല്ല, അത് മെയിൻ വെർബാണ് അല്ലേ? മെയിൻ വെർബ്. എല്ലാവരും ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഹെൽപ്പിംഗ് വെർബ് ഇല്ല. ഈസ് ഇല്ല, ആമില്ല, ആറില്ല, വാസില്ല, വേറില്ല, ഹാസ് ഇല്ല, ഹാവില്ല, ഹാഡില്ല, മേയില്ല, മൈറ്റില്ല, ഷാല്, ഷുഡ്, ക്യാൻ, ഫുഡ്, ഇങ്ങനെയുള്ള ഒരു സംഗതിയുമില്ല. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ഹെൽപ്പിംഗ് വെർബ് കാണാൻ പറ്റുന്നില്ല. പക്ഷെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്ന് കാണാം. ആരെ കാണാം? ഒരു മെയിൻ വെർബിനെ കാണാം അല്ലേ? ഒരു മെയിൻ വെർബിനെ കണ്ടുകൂടെ? ഒരു മെയിൻ ആയിട്ടൊരു വെർബ് അവിടെ കിടപ്പുണ്ട്. അത് ഏത് വെർബാണുള്ളത്? ഞാൻ സൂക്ഷിച്ച് നോക്കിയിട്ടില്ല സാർ. എന്നാണ് അഖില പറയാൻ പോണെ? ഏതാണ്? അഖിലേക്ക് കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിൽപ്പെട്ടാരെ പറയൂ, ഏതാണ്? സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇല്ലാത്തൊരു വെർബിനെ കാണാം. പറയൂ. വെന്റാണ്, അതിന് നമുക്ക് ഡിപ് പ്ലസ് ഗോ എന്നൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശരിയാണ്. നിജില പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വേറൊരു വെർബ് കാണുന്നുണ്ട്. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ പോട്ടെ, വിട്ടേക്ക്. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, വെന്റ് എന്ന് പറയുന്ന ഒരു മെയിൻ വെർബ് നമ്മൾ കാണുന്നു. നോക്കിയേ, ഗോ പ്രസന്റ് ടെൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ത്? വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെന്ത്? ഗോൺ. അപ്പൊ അഖില, ഇവിടെ വെന്റ് എന്നുള്ളതാണ് മെയിൻ വെർബ്. ആ മെയിൻ വെർബ് ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അഖില, ഈ മെയിൻ വെർബ് ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ്. അഖില പറഞ്ഞ തെറ്റില്ല. മുമിനെ പറഞ്ഞു കഴിഞ്ഞാൽ റുക്കിയ പറഞ്ഞത് കറക്റ്റ് ആണ്. ഗോ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ വെന്റ്. അപ്പൊ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അത് ഓർത്തിരിക്കുക, തന്നിരിക്കുന്ന വാചകത്തിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻ വെർബ് നോക്കണം. ആ മെയിൻ വെർബ് നോക്കിയിട്ട് ആ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണോട്ടാ. പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് പ്രാവർത്തികമാക്കാവൂ, അതല്ലെങ്കിൽ വേറെ നിയമമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നോക്കുക, ഹെൽപ്പിംഗ് വെർബ് ഇല്ല, മെയിൻ വെർബ് നോക്കി. ആ മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ഡിഡ് എന്ന് ചേർക്കണം. എന്ത് ചേർത്തതിനും? DID, ഡിഡ് എന്ന് ചേർത്തത്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ. അപ്പോ they went to Delhi എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഡിഡ് ചേർത്തത്. അപ്പൊ ഡിഡ് നമ്മൾ എഴുതി വെച്ചു, അവിടെ നിൽക്കട്ടെ. ഇനി they went to Delhi എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, പോസിറ്റീവ് ആണ്. അപ്പൊ അതിന് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഡിഡിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർക്കാം. നോട്ട് ഡിഡിൻഡ്. അപ്പൊ ഡിഡിൻഡ് പിന്നെ എന്ത് എഴുതണം? സബ്ജക്ട് എന്താണ്? ഡിഡിൻഡ്. പിടികിട്ടിയാകില്ല? ഞാനിപ്പോ പറഞ്ഞ തിരിച്ചിങ്ങോട്ടൊന്ന് പറഞ്ഞ്. അഖിലയാണ് ടീച്ചർ ചോദിച്ചത്, പറഞ്ഞോളൂ. ഓക്കെ സാർ, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ടെൻസ്, അത് ഏത് ടെൻസിലാന്ന് നോക്കിയിട്ട് മെയിൻ വെർബ് ഏതാണെന്ന് നോക്കി അത് ഏത് ടെൻസിലാണ്, പാസ്റ്റ് ടെൻസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം ക്വസ്റ്റ്യൻ ടാഗിൽ നമുക്ക് ഡിഡ് ആണ് ചേർക്കേണ്ടത്.
ആ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഡിഡിന്റെ ഒപ്പം ഡിഡ് നോട്ട്, ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം, അപ്പൊ ഡിഡ് നോട്ട് ചേർക്കണം. അപ്പൊ ഡിഡ് നോട്ട് എന്നുള്ളത് ചുരുക്കി നമുക്ക് ഡിഡിൻഡ് എന്ന് എഴുതാം. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ ആൽഫിയ, ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. എപ്പം പിടികിട്ടിയാലോ? തന്നിരിക്കുന്ന വാചകം എന്താണെങ്കിൽ പാസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് ഇല്ല, മെയിൻ വെർബ് നോക്കി പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ 2 എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, എഴുതിക്കോളൂ. ഒന്ന്, I loved, LOVED, loved India, comma, dash, question mark. I loved India. അടുത്തത്, they did not see me, SEE, see me. They did not see me. Okay, എഴുതിക്കോളൂ. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എഴുതിക്കോളൂ. 2 വാചകം കൊണ്ട്, 2 സിമ്പിൾ പാസ്റ്റ് വരുന്ന വാചകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എഴുതിക്കോളൂ. ഐ ലവ്ഡ് ഇന്ത്യ. നമുക്ക് ആദ്യം അത് നോക്കാം. ഐ ലവ്ഡ് ഇന്ത്യ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതും. അപ്പോസ്ട്രോഫി മുകളിലോട്ടായിരിക്കും കൊടുത്തിട്ടുള്ളത്. റെജിന താഴെ നിന്നുള്ളത് മുകളിലോട്ടായിരിക്കും. എൻ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി കൊടുത്താൽ മതി. യെസ്, ഓക്കെ 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 ഓക്കെ. ശ്രീലക്ഷ്മി, ഓക്കെ. ആഷ്ന, നിങ്ങൾ നല്ല ബുദ്ധിയുള്ള കുട്ടികളല്ല, പറഞ്ഞു തീരേണ്ട താമസം. ഇതേ പറ്റുന്നു. അഖില, വെരി ഗുഡ്. യെസ്, യെസ്, അൽഫിയ കറക്റ്റ് ആണ്. യെസ്, ഗൗരി കറക്റ്റ് ആണ്. കൃഷ്ണേന്ദു കറക്റ്റ് ആണ്. സർ, ആ സെന്റൻസ് ഒന്നുകൂടെ പറയാവോ? അത് കേട്ടില്ല. ഈ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ അങ്ങനെ രണ്ടാമത് ചെയ്തോളൂ. they did not see me. അവർ എന്നെ കണ്ടിട്ടില്ല. They did not see me. ഗൗരി കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. റെജീന, അൽഫിയ കറക്റ്റ് ആണ്. അക്ഷര കറക്റ്റ് ആണ്. ദിവ്യ കറക്റ്റ് ആണ്. ആഷ്ന കറക്റ്റ് ആണ്. കൃഷ്ണേന്ദു കറക്റ്റ് ആണ്. നിത്യ കറക്റ്റ് ആണ്. യെസ്, ഇനി ആരെങ്കിലും? യെസ്, അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. ഈ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തന്നിരിക്കുന്ന വാചകം ഏതാണെങ്കിൽ സഹായക്രിയകൾ ഇല്ലാത്തതാണെങ്കിൽ, ടെൻസ് നോക്കുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് ഉള്ളതാണെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പിടികിട്ടി. യെസ്, ഇനി അടുത്തത് നോക്കാം. അടുത്തത് സൈബ. സൈബ സലാം, സലീം.
സൈബ നസ്രിൻ സലീം. ഏഹ് സൈബ നസ്രിൻ സലീം എന്നാ സർ. ഓക്കെ അത് മുഴുവൻ വായിച്ചിട്ടതേ ഉള്ളൂ. ഓക്കെ അല്ലാതെ ഉൾക്കൊണ്ടു. ഓക്കെ അപ്പൊ സൈബ, യെസ്. യെസ് സർ. ഞാൻ അടുത്തൊരു വാചകം പറയുന്നു, ആ വാചകം സൈബ ആൻസർ പറയുന്നു കേട്ടോ. ഓക്കെ. They use USC. They use mobile, MOILE, mobile phone. They use mobile phone. Okay, Saiba, പറയൂ. ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും? They use mobile phone. Do they don't Do they കണ്ടിട്ടാണ്. don't they sir? Don't they? Yes. അപ്പൊ സൈബ പറയുന്നു don't they എന്ന് പറയുന്നു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. രേഷ്മയുടെ അഭിപ്രായത്തിൽ എന്താണ്? രേഷ്മയുടെ അഭിപ്രായം രേഷ്മ പറയൂല എന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് സാറേ, ഞാനതൊന്നും പറയില്ല. രേഷ്മയുടെ അഭിപ്രായത്തിൽ എന്താണ്? യെസ്, രേഷ്മ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ശ്രുതി. ഓക്കെ കുറെ പേര് എഴുതിയിട്ടുണ്ട്. ശ്രുതിയുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടാണ് ഡിഡ് അവിടെ ഉപയോഗിക്കാൻ കാരണം? സഹായക്രിയകൾ അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ ശ്രുതി എന്ത് നോക്കി? ടെൻസ് നോക്കി അല്ലേ? യൂസ് അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് വിചാരിച്ചു, എന്നിട്ട് ഡിഡ് ചേർത്തു അല്ലേ? അതെ. ഓക്കെ ഞാൻ നമ്മൾ ഇതേപോലെ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഓക്കെ സാർ, ഞാൻ യൂസ്ഡ് ഞാൻ കേട്ടുള്ളൂ, യൂസ്ഡ് എന്ന് കേട്ടില്ലായിരുന്നു. എല്ലാം അങ്ങോട്ട് വന്നിട്ടില്ല. യൂസ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. USC എനിക്ക് ഓക്കെ ഞാൻ അതായത് ശ്രുതിയുടെ മനസ്സിലുള്ളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇതേപോലെ ചിന്തിക്കുന്ന കുറച്ച് പേരും കൂടി 29 പേരുണ്ടാവും. ഓക്കെ, ശ്രീലക്ഷ്മി ഗവിനി. ഓക്കെ, കാരണം അപ്പൊ അവർക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയുന്നത്, ശ്രുതി യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നോക്കി. യൂസ്ഡ് USED എന്നാണെങ്കിലാണ് പാസ്റ്റ് ടെൻസ് ആവുള്ളൂ. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസ് അല്ല. ഇത് ഏത് ടെൻസ് ആണ്? യൂസ്, പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിച്ചാൽ തെറ്റാണ്. അപ്പൊ നമ്മൾ എപ്പോഴും മെയിൻ വെർബ്, ഓക്സിലറി വെർബ് ഇല്ലായെങ്കിൽ മെയിൻ വെർബ് നോക്കണം. അത് പാസ്റ്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഡിഡ് വെച്ച് നമുക്ക് അങ്ങോട്ട് തകർക്കാം, കുഴപ്പമില്ല. നേരെ മറിച്ച് അത് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ ഡിഡ് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ ഡു ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്. ഓക്കെ, അപ്പോ ഡു ഏതിന്റെ കൂടെ എല്ലാം വരും, ഡസ് ഏതിന്റെ കൂടെ എല്ലാം വരും എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നു. ഡു ദേ സബ്ജക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡു വരും. വി സബ്ജക്റ്റ് ആയിട്ട് വന്നേക്കുകയാണെങ്കിൽ ഡു വരും. യു സബ്ജക്റ്റ് ആണെങ്കിൽ ഡു ആയിരിക്കും. ഐ ആണെങ്കിൽ ഡു ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ, അതായത് ദേ, വി, യു, ഐ, ഇത്രയുമാണ് സബ്ജക്റ്റ് എങ്കിൽ അതെന്തായിരിക്കും? ഡു വെച്ച് എഴുതണം. അതല്ലാതെ ഉള്ള വേറെ എന്തെങ്കിലും, അതെന്തൊക്കെ? ഹി ആണെങ്കിൽ, ഷീ ആണെങ്കിൽ, ഒരെണ്ണം ഉള്ളെങ്കിൽ ഇറ്റ്, ഇത് എന്നൊക്കെയാണെങ്കിൽ ഡസ് വരും. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കണം. അപ്പൊ സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെച്ചോ. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് ടെൻസ് സഹായക്രിയകൾ ഇല്ലാതിരിക്കുകയും തന്നിരിക്കുന്ന വാചകം പ്രസന്റ് ടെൻസിലുള്ളതുമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. അപ്പൊ ഡു ഉപയോഗിക്കണോ ഡസ് ഉപയോഗിക്കണോ എന്നുള്ളത് സബ്ജക്റ്റ് കൂടി നോക്കണം. ഓക്കെ, സബ്ജക്റ്റ് നോക്കുമ്പോ ഹി, ഷീ, ഇറ്റ് സിംഗുലർ അത്രയും വന്നു കഴിഞ്ഞാല് ഡസ് എന്നും, അല്ലാതെ ഉള്ളതാണെങ്കിൽ അതിനെ ഡു എന്നും ഉപയോഗിക്കണം. ഇതാണ് സംഭവം. പിടികിട്ടിയോ ശ്രുതി? ഓക്കെ, ഈ ഞാൻ പറഞ്ഞ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞേ.
ശ്രുതിയാണ് ടീച്ചർ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്, ഞങ്ങളെ പഠിപ്പിക്കും. അപ്പൊ പറയേണ്ടത് ഇങ്ങനെയാണ്, തന്നിരിക്കുന്ന വാചകം, ക്വസ്റ്റ്യൻ ടാഗ് ആക്കാൻ തന്നിരിക്കുന്ന വാചകം, അതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കി കഴിയുമ്പോൾ ഇല്ല എന്ന് തോന്നിയാൽ, അതാണ് സ്റ്റൈലായിട്ട് ടീച്ചർമാർ പറയണ പോലെ പറയണ്ട. ഇല്ല എന്ന് തോന്നിയാൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മെയിൻ വെർബ് നോക്കണം. അപ്പൊ മെയിൻ വെർബ് നോക്കുമ്പോൾ അത് പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ മക്കളെ ഒന്നില്ലെങ്കിൽ ഡു ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഇപ്പൊ ഡു എവിടെ ഉപയോഗിക്കണം, ഡസ് എവിടെ ഉപയോഗിക്കണം എന്നുള്ള ടീച്ചർ പറഞ്ഞു തരാം എന്ന് പറയണം. ദേ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ഡു എന്നാണ്, വി സബ്ജക്റ്റ് ആണെങ്കിൽ ഡു എന്നാണ്, യു വന്നു കഴിഞ്ഞാലും ഐ വന്നു കഴിഞ്ഞാലും ഡു എന്നാണ്. നേരെ മറിച്ച് ഹിയോ ഷിയോ ഇറ്റോ ആണ് സബ്ജക്റ്റ് എങ്കിൽ അവിടെ ഡസ് എന്നാണ്. ഓക്കെ, ഇങ്ങനെ പറയാം. നല്ല ഭാവാഭിനയത്തോടു കൂടി പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഷഫറിന് ക്ലാസ് എടുത്തപ്പോൾ നല്ല രസമായിട്ട് പറഞ്ഞില്ലേ? യെസ്, പറയൂ. സർ പറഞ്ഞോളൂ. ഞാനീ പറഞ്ഞ പോലെ തിരിച്ചു പറയാം പ്രാവശ്യം. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലൊന്ന് കോൺസെൻട്രേറ്റ്, വേറെ ടെൻഷനൊക്കെ നിങ്ങൾ വിട്, കോൺസെൻട്രേറ്റ് യുവർ മൈൻഡ് എന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് തന്നാൽ അതെങ്ങനെ അത് ക്വസ്റ്റ്യൻ ടാഗിലോട്ട് മാറ്റാം എന്നാണ് നമുക്ക് നോക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് ദേ ഹാവ് ഗോ ടു ഡൽഹി എന്നാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അത് ഏത് തരത്തിലുള്ള പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ നമ്മൾ നോക്കണം. അത് അതിൽ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ നോട്ട് ഉണ്ടോ ഇല്ല, അങ്ങനെയല്ലേ സാറേ, നോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇപ്പൊ ദേ ഹാവ് ഗോ ടു ഡൽഹി എന്ന് പറഞ്ഞത് നമുക്കറിയാം അതിൽ നോട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് കണക്കാക്കാം. ഇതിനെപ്പോ നമുക്ക് നെഗറ്റീവായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം അതിന്റെ ഹെൽപ്പിംഗ് വെർബ് നോക്കണം. ഹെൽപ്പിംഗ് വെർബ് പ്ലസ് നോട്ട് കഴിഞ്ഞിട്ട് അതില് പറയാൻ പറ്റും. അതെ, പവർ സപ്ലൈ പോയിട്ടുണ്ട്, അതാണ് മൊത്തം ഒരു ഡിലേ കാണിക്കുന്നത് കേട്ടാ. നിങ്ങൾ പോകണ്ട, കറണ്ട് വരുമെന്ന് നോക്കട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കറണ്ട് വരട്ടെ എന്ന് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. കാരണം പവർ സപ്ലൈ പോയിട്ടുണ്ട്, അത് ടി വി മേടിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ബാറ്ററി ഡൗൺ ആയിക്കാണെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് വറി, be happy. It will come soon. Don't worry. Yes. Okay, പറഞ്ഞോളൂ സുധി. അപ്പൊ അത്രയും പറയാൻ കറക്റ്റ് ആണ്. വന്നു. യെസ്. ബാക്കി പറഞ്ഞോളൂ. ഹെൽപ്പിംഗ് വെർബ് പ്ലസ് നോട്ട് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത കേസിൽ സിംഗിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞു, സിംഗിൾ പ്രസന്റ് മാത്രം പറഞ്ഞു. ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത മാത്രം പറഞ്ഞാൽ മതിയോ? ഇപ്പൊ നമ്മൾ ഒരു കേസിൽ ഇപ്പോ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ നമ്മൾ അതിന്റെ ടെൻസ് ഏതാന്ന് നോക്കണം. ഇപ്പൊ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഡിഡ് ചേർക്കാം. അതല്ല പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഡുവോ ഡെസോ ചേർക്കാം. അതില് ദേ വി യു ഐ ഇവയൊക്കെയാ വരുന്നെങ്കിൽ നമുക്ക് ഡു ചേർത്ത് അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കാം. ഹി ഷീ ഇറ്റ് എന്നൊക്കെയാ വരുന്നെങ്കിൽ നമുക്ക് ഡസ് ചേർത്തിട്ട് അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കി മാറ്റാൻ.
സാർ മ്യൂട്ടാണ്. സാർ മ്യൂട്ടാണ്. യെസ്, അതെ, നെറ്റ് കണക്ഷൻ വിട്ടു പോയതാണ്. അതുകൊണ്ടാണ് ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നത്. ദാറ്റ് ഈസ് സോൾവ്. ഓക്കെ, പറഞ്ഞോളൂ ശ്രുതി. പറഞ്ഞു കഴിഞ്ഞാ? യെസ്. ഇതിപ്പോ ഒരു സിനിമയില് പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോഴു അതായത് ഏതൊരു സിനിമയില് ഇന്നസെന്റ് എന്തോ ഒരു കാര്യം ഭാര്യയോട് പറയുമ്പോ ആദ്യം മുഖം കഴുകുകയും പിന്നീട് പിന്നീട് പോവുകയും ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ ആ ഗ്യാപ്പിന്റെ ഇടയ്ക്കാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമുക്കൊന്ന് ഓർമ്മിക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. കൃഷ്ണേന്ദു ഇല്ല, പോയാ? യെസ്. ഇനിയിപ്പോ നീന സാലു, നീന കേൾക്കുന്നില്ലേ? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മി. ഞാൻ ചോദിക്കുന്നത് ഒരു വേറൊരു സെന്റൻസ് ചെയ്യാൻ പറയാണ്. ആ സെന്റൻസ് ഇതാണ്: ലെറ്റ് us pray. ലെറ്റ് us pray. ലെറ്റ് us pray. PRAY, pray. വൈകുന്നേരം ആവുമ്പോ മക്കളോട് അല്ലെങ്കിൽ അനിയത്തിമാരോട് പറയണം ലെറ്റ് us pray, വാ നമുക്ക് പ്രാർത്ഥിക്കാം. കോമ ഡാഷ് ക്വസ്റ്റ്യൻ. ലെറ്റ് us pray. വെരി ഗുഡ്, വെരി ഗുഡ് ശ്രീലക്ഷ്മി. അതിന്റെ ആൻസർ എന്ത് വരും? ഷാൽ ബി. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ലെറ്റസ് എന്ന് പറയുന്ന വീട്ടിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾക്ക് നിങ്ങൾ വേറെ നിയമവും കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോകണ്ട. അവിടെ എന്ത് ചെയ്യുക? ഷാൽ ബി എന്നായിട്ട് മാറ്റുക. അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഷാൽ ബി. ലെറ്റസ് പ്രേ, ഷാൽ ബി. ഓക്കെ. അല്ലെങ്കിൽ ലെറ്റസ് ഗോ, കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്, അവിടെ ഷാൽ ബി. ലെറ്റസ് വരുമ്പോൾ ഷാൽ ബി. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി എനിക്ക് വേണ്ടത് കല അരുൺ. കല അരുൺ നിന്നുണ്ടാ? ഇല്ല അല്ലേ? യെസ്. അപ്പൊ ഷെറിൻ, ഷെറിനും ഇതില്ല. അഫ്ന, അഫ്നയുമില്ല. റെജീന. ഓക്കെ. അപ്പൊ റെജീന, ഞാൻ ചോദ്യം റെജീനയോട് ചോദിക്കുകയാണ്. റെജീനയോട് മാത്രമല്ല ചോദിക്കുന്നത്, എല്ലാവരോടും കൂടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ റെജീനയോട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവരും കൂടി ആലോചിച്ച് ഉത്തരം റെഡിയാക്കി, മാനസികം റെഡിയാക്കി വെക്കും. റെജീനക്ക് നല്ല കഴിവുള്ള കുട്ടിയായതുകൊണ്ട് ആദ്യം റെജീന പറയും. ഓക്കെ, എന്നാ പറയട്ടെ? മനസ്സിൽ പറഞ്ഞാൽ ഇവിടെ എന്ത് കുരിശാണാവോ വരാൻ പോണത് അല്ലേ? കുഴപ്പമില്ല. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത, പറയാൻ പറ്റാത്ത കാര്യം ഞാൻ പറയാറില്ല. വിശ്വാസമാണല്ല. ഇത് ഞങ്ങളുടെ ജോബ് സാറാണ്. ജോബ് സാർ അങ്ങനെയൊന്നും പറയൂല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പുള്ളി പറയുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾ മനസ്സിൽ വേണം. അതാണ് വിശ്വാസം. ഓക്കെ. ആണ്ട ആൽഫിയ വന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആൽഫിയ, ആൽഫിയോടും കൂടിയാണ് ചോദിക്കുന്നത്, എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ റെജീന, യു ഗെറ്റ് റെഡി. ചോദ്യം ഇതാണ്: 2024 ഇനി ഏതാനും ദിവസങ്ങളെ ബാലൻസ് ഉള്ളൂ. 10-15 ദിവസം കൂടി കഴിഞ്ഞ് 2024 പോയി.
2024 ദുഃഖങ്ങളും 2024 ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മളോട് വിട പറയുകയാണ്. ഇനിയുള്ള പ്രശ്നങ്ങളെല്ലാം 2025 പ്രശ്നങ്ങളാണ്. സോ 2025 ഓക്കെ മുബീന കടന്നു വരുമ്പോൾ റജീനക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഉണ്ടാവും എന്നെനിക്കറിയാം. ആ മുഖം കണ്ടാൽ അറിയാം റജീനക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, മുടങ്ങിപ്പോയ പല കാര്യങ്ങളും അത് പൂർത്തിയാക്കണം എന്നുള്ളൊരാഗ്രഹം. അത് വരില്ലായെങ്കിൽ ഈ 2025 ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ 2025 മുതൽ ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന് ഉള്ള ഒരു ചിന്ത. യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025 2025 നോക്കുമ്പോൾ റജീന കാണുന്ന എക്സ്പെക്ടേഷൻ, പ്രതീക്ഷകൾ എന്താണ് റജീനയുടെ മനസ്സിൽ 2025 കുറിച്ചുള്ള പ്രതീക്ഷകൾ? അപ്പൊ റജീനയുടെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ആലോചിച്ച് 2025 ഞാൻ ഇന്നതുപോലെ ആവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ഞാൻ അത് അറ്റ് എനി കോസ്റ്റ് എന്തൊക്കെ സംഭവിച്ചാലും 2025 ഡിസംബറിനോട് ഞാൻ അത് ഫിനിഷ് ചെയ്ത് ആ രീതിയിൽ ഞാനാവും. അപ്പൊ അത് ഒരുപാട് മാനസികമായ ഏതൊക്കെ വീണ്ടും നീട്ടി പറയുന്നത് റജീനയ്ക്ക് ആലോചിക്കാനുള്ള സമയം ജനുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണ്ട, ആലോചിക്കും. അപ്പൊ റജീന എങ്ങനെ ആലോചിക്കുന്നു യുവർ എക്സ്പെക്ടേഷൻ, യുവർ ഡ്രീംസ് അബൌട്ട് 2025? 2025 എന്ന് പറയുമ്പോൾ ഒരു ജൂബിലി വർഷം എന്നാണ്. 25 അല്ലേ? അപ്പൊ ഒരു ജൂബിലി വർഷം 25, 50, 75 എന്നൊക്കെ പറയുമ്പോൾ ഒരു ജൂബിലി വർഷം പോലെയാണ്. അപ്പോ 2025 എന്ന് പറയുന്ന ഒരു ജൂബിലി വർഷത്തിൽ റജീന എങ്ങനെയാണ് 2025 നോക്കിക്കാണുന്നത്? വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് 2025? സിമ്പിൾ ആയിട്ട് റജീനയുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, പുറത്ത് പറയാൻ പറ്റുന്ന കാര്യം അത് പറഞ്ഞാൽ മതി. യെസ്, പറയൂ. First of all, I wish to all Happy New Year. വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റാർട്ട് ചിലപ്പോൾ ഇങ്ങനെ നേരെ വിഷയത്തിലോട്ട് കടന്നില്ല. വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? എല്ലാവർക്കും ആശംസകൾ നേർന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യുവർ വോയിസ്. ഓക്കെ റജീന, വെരി ഗുഡ്. Then my dream is yes, to have a teacher. To become a teacher. Okay, in 2025. Okay, very good. Yes, wonderful. Then my daughter is next class is 10th. Yes. And next academic year, my daughter will be promoted to standard 10. So that is a great task for you. Okay. Yes. Yes, sir. Then I thought that I should give more attention to my daughter. ഞാൻ അടുത്ത വർഷം എന്റെ മകൾക്ക് ഇതുവരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പഠനകാര്യത്തിൽ, അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ ഞാൻ കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ അവളുടെ ഓരോ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിരിപ്പുണ്ട്. ഓക്കെ, വെരി ഗുഡ്. next then വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല സാർ. ഉള്ളത് പോലെ പറഞ്ഞാൽ മതി. എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പറയുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു. ഓക്കെ റജീന, ആലോചിച്ചോളൂ. ആലോചിക്കാൻ സമയം തരാം, ഒന്നും കൂടി ആലോചിച്ചോളൂ. അപ്പൊ റജീനക്ക് സമയം കുറവിലെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ റജീന ആലോചിച്ചു. അൽഫിയ പറഞ്ഞോളൂ. അൽഫിയ ധൈര്യമായിട്ട് പറയാം. ഒരുപാട് സ്വപ്നങ്ങളില്ലേ 2025 കുറിച്ച്? Absolutely. അതിലുപരി I will already enjoy that year 2024. 2025. You 2024 you enjoyed, and I told you that what is your expectation about 2025? Okay. Okay, introduction correct. 2024, my third baby is coming. Yes. So it's my childhood ambition is teaching profession. The start of the ambition is clear. Ambition is teaching profession. Teaching profession. Okay. Yes, speaking. Okay. They started in June 2024. The finally 2025 is completed my teaching profession. Yes. Study.
I will get job into teaching. Yes. But you will enter into a profession. Okay, you will become a teacher. Very good. Okay, okay, okay. That is the best compliment in my life. Yes. Thank you. അത്രേ ഉള്ളൂ. That's all. Very good, very good. Adiyam veliya mohangalonnilla to become a teacher. Okay, very good, very good. Alfiya, may your dream be fulfilled. Gevri Priya. Thank you. Okay, welcome. Gevri Priya. യെസ് സർ. Okay, very good. ആ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുകയാണ് 2025 കുറിച്ച് ഗിവരി പ്രിയ. സർ Okay. എന്റെ ഹോപ്പ് ഒരു ടീച്ചർ ആവാൻ തന്നെയാണ്. പറഞ്ഞോളൂ, കറക്റ്റ് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞു. മൈ അംബിഷൻ, എന്റെ ആഗ്രഹം ടു ബിക്കം എ ടീച്ചർ. ഓക്കെ. പിന്നെ അതിന്റെ കൂടെ സൈഡിലായിട്ട് വേറെ കുറെ മോഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പറയട്ടെ. പറഞ്ഞു, സ്റ്റാർട്ട്. Next year, I hope that to become a good teacher. Yes. In this year, I'm a jobless lady. Yes. I am very boring now. Yes. അത്രയേ എഴുതിയിട്ടുള്ളൂ സർ. ഓക്കെ, എഴുതണ്ട, മനസ്സിൽ നിന്ന് എടുത്ത് പറ. പിന്നെ എന്തൊക്കെയാ കാണുന്നത്? ഇപ്പൊ ഗൗരിക്ക് എന്നെ തോന്നുന്നു എന്റെ സ്വഭാവം ഇന്നതാണ്, ഞാൻ ആ സ്വഭാവം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ തോന്നുന്നു ഞാൻ എന്റെ ഒരു രീതി ഇതാണ്, അത് വേണ്ട, അത് ഈ അടുത്ത കൊല്ലം തോന്നി ഞാനൊന്നും മാറ്റാൻ തീരുമാനം. അങ്ങനെ ചിന്തിച്ച കുറെ തീരുമാനങ്ങൾ ഉണ്ടാവില്ല. യെസ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം അത് ഞാനൊന്ന് ലിമിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി അത്രയും മണിക്കൂർ അതിന് വേണ്ട, ഞാൻ അതൊന്ന് ലിമിറ്റ് ചെയ്യണം. കാരണം അതാണ് കഴിഞ്ഞ വർഷം എന്റെ ഒരുപാട് സാധ്യതകൾ ഇല്ലാതാക്കിയത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയില്ല, മറ്റവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറ്റവനായിട്ട് പറയില്ല, അത് ഞാൻ കുറച്ച് കുറയ്ക്കുന്നത്. കാരണം അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്നും വർക്ക് ചെയ്യണില്ല, പിള്ളേർക്ക് അങ്ങനെയാണ് പോകണം. അപ്പൊ അത് അങ്ങനെ നമ്മുടെ അവരുടെ എക്സ്പീരിയൻസ് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ അനുഭവത്തിൽ നമ്മൾ എടുത്തേക്കുന്ന കുറെ തീരുമാനങ്ങളായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതൊക്കെ ഓക്കെ. ബോറിംഗ് എല്ലാം മാറ്റി നെക്സ്റ്റ് ഇയർ യു മേ ബിക്കം എ ഗുഡ് ടീച്ചർ. ഓക്കെ, വെരി ഗുഡ്. അല്ലാതെയുള്ള തീരുമാനം, ഇത് ഓരോരുത്തരും മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ. Sir, I did not speak suddenly to other people. Yes. But next year I changed my character. Very good. Okay. വരട്ടെ. Yes. ചേഞ്ച് വന്നില്ലെങ്കിലും ചേഞ്ച് എടുക്കണം എന്ന് തീരുമാനം വന്നില്ല. ദാറ്റ് ഈസ് എ ചേഞ്ച്. വെരി ഗുഡ്. Okay. പറഞ്ഞോ. ഇത്രയേ ഉള്ളൂ സാർ. അത്രേ ഉള്ളൂ. ഇനി അതൊക്കെ ഉണ്ട്, ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല, ആലോചിച്ചോളൂ. ഓക്കെ 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 ഓക്കെ. റിസ്വാന. Yes. Shima. Lal. സർ ഞാൻ പറയട്ടെ? Yes. എനിക്ക് ഇതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും, ഞാനേ അങ്ങോട്ട് പറയാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പറയുക. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന വിഷയം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് തന്നെ പറയിപ്പിക്കുന്നത് വിചാരിക്കും. വേണ്ട, ഇവരാരെങ്കിലും മനസ്സാ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അല്ലേ? മനസ്സാൽ പോന്നട്ടെ. അതിനൊരു കോമഡി ഉണ്ട്. വേറെ ഒന്നുമില്ല, പണ്ടൊരു മനുഷ്യനെ ഇതേപോലെ എന്താണ് ഒരു പുള്ളി വലിയ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കിയിരുന്നു, ഇങ്ങനെ വലിയ സ്നേഹവും അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ നടക്കിയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു, അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു കല്ല് വലിച്ചെറിഞ്ഞു. ആ കല്ല് കൊണ്ടു ആ കോഴി ചത്തുപോയി. ചത്ത കോഴിയെ കൊണ്ട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ആ പെണ്ണുമുള്ള ബഹളം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിനെ കറി വെച്ച് അതിനെ റെഡിയാക്കി വെച്ചു. ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഭർത്താവിന് കോഴിക്കറി വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ ഭർത്താവ് ചോദിച്ചു, കോഴിനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല, പിന്നെ എവിടുന്ന് കിട്ടി കോഴി എന്ന് പറഞ്ഞു. അപ്പൊ അത് അവര് ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടാ അവർ അബദ്ധം പറ്റിയതാണ്, കോഴി നമ്മുടെ അല്ല, അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് എന്നെ കൊല്ലേണ്ടി വന്നു. കൊല്ലേണ്ടി വന്നതല്ല, ചത്തുപോയതാണ്. അപ്പൊ അതിന് പിന്നെ ഞാൻ അതെടുത്ത് കറി വെച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഭാര്യയെ കുറെ ചീത്ത പറഞ്ഞു. ഞാൻ ലോകം മുഴുവൻ നന്മയുടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, പക്ഷെ നീ എന്തുകൊണ്ടാണ് എന്റെ വീട്ടിൽ നിന്ന് മോശമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഭാര്യയെ കുറെ ചീത്ത പറഞ്ഞു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എന്താണ് വേറെ കറിയുള്ളത്? വേറെ കറിയൊന്നുമില്ല,
അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മുളക്, മല്ലി, മഞ്ഞൾ, സവാള എന്നിവ അതൊക്കെ നമ്മുടെ വീട്ടിലെയാണ്. എന്നാൽ നീ ഒരു കാര്യം ചെയ്തു, കുറച്ച് ചാറ് മാത്രം തന്നാൽ മതി, കഷ്ണം എനിക്ക് വേണ്ട, അത് വലിയ കോഴി ആയതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ എന്ത് ചെയ്തു, ആ കലം ഒന്ന് ചിരിച്ചു പിടിച്ചിട്ട് ആ കയ്യില് കൊണ്ട് കഷ്ണങ്ങൾ വീഴാതെ നോക്കി, കലം ചിരിച്ചു പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചോറിലേക്ക് ആ ചാറ് മാത്രം ഒഴിച്ചു കൊടുക്കുക. ആ ചാറ് മാത്രം ഒഴിച്ചു കൊടുത്തപ്പോ മുകളിൽ നിന്ന് കുറെ കഷ്ണങ്ങൾ ഇങ്ങനെ ഇടിഞ്ഞിങ്ങനെ വീണു. അപ്പൊ ആ ഭാര്യ അത് കയ്യിൽ കൊണ്ട് തടുത്തു വെച്ചു. അപ്പോ ആ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു, സോമരസാല് പോന്നത് പോന്നോട്ടെ, നീയായിട്ട് എന്നെ തടയാൻ നിൽക്കണ്ട, നീ എടുത്തു തരേണ്ട, സോമരസാല് പോന്നത് പോന്നോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനോട് വിചാരിച്ചു, സോമനസാല ആരെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ, മറ്റുള്ളവര് അപ്പം പതിവയാണ് സോമനസാല വന്നത്. ഓക്കെ, പറയാം. Okay, first of all, advance Happy New Year. 2024 is a bad year in my life. Yes. Because my mental and physical conditions are very bad. Yes. I will overcome. Yes. I will complete my Montessori class in next year. Yes. Montessori class is a very interesting and develop my mental health. So I Yes. am very happy. Yes. Next year my dream is build a new home. Yes. Okay. Thank you, sir. Okay, അപ്പൊ ടീച്ചർ ആവണ്ടേ? ടീച്ചർ ആവണം. Yes. Okay. Very good. Okay. Very good. Okay. ഓക്കെ, വിവിധ ചിന്തിക്കുന്നുണ്ട്. വെരി ഗുഡ്. നമ്മളിങ്ങനെ വെറുതെ ഉപരിപ്ലവമായിട്ട് ജീവിച്ച് കളയരുത്. ഈ ഭൂമിയെ കുറിച്ചൊക്കെ ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങളുടെയൊക്കെ അച്ഛനെ നിങ്ങൾ ഓർക്കുന്നുണ്ട? അച്ഛന്റെ അച്ഛന് ഓർക്കുന്നില്ല, അപൂർവമായിരിക്കും. അദ്ദേഹത്തിന്റെ അച്ഛനെയും ഓർമ്മയിലേ ഇല്ല. അല്ല, ഇതൊരു കാലഘട്ടം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് പോകും. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളൊരു തെളിവ് അവശേഷിപ്പിക്കണം. യെസ്, തമാശക്ക് പറയുന്നതാണ്. ഷാജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹൽ ഉണ്ടാക്കി. ഷാജഹാന് വേണ്ടി എന്തുണ്ടാക്കി? ഷാജഹാന്റെ മക്കൾ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ചില ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിൽ നമുക്ക് വേണം. നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ അവശേഷിപ്പിക്കുക. അപ്പൊ അതിന് സാധിക്കുക, തീർച്ചയായിട്ടും സാധിക്കും. നമ്മളതിനെ ചിന്തിച്ച് നമ്മൾ ആലോചിച്ച് അപ്പൊ അങ്ങനെ പറയില്ലേ, ആ ഒരു പൂർവികരുടെ രക്തമാണ് ഒരു പക്ഷേ എന്റെ സീനുകളിലൂടെ ഒഴുകുന്നത്, അതുകൊണ്ടായിരിക്കാം എനിക്കും ഈ കഴിവ് കിട്ടിയത് എന്ന് പറയില്ല. ഓക്കെ, നിങ്ങളുടെ പ്രകടനങ്ങളൊക്കെ വളരെ പ്രശ്നമാണ്. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? ഞാൻ ഇവിടെ നിന്ന് ഓരോരുത്തരെ വിളിച്ച് സർ ഞാൻ പറയട്ടെ? യെസ്, നിത്യ ഹരിദാസ്. ഓക്കെ, പറഞ്ഞോളൂ നിത്യ. First of all, I wish you all of you a very happy new year. Very good. Nitya, first of all, I appreciate you. Your sound is very good. Thank you, sir. നല്ല ധൈര്യ സമയം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പേടിച്ച് പറഞ്ഞു. പക്ഷെ നിത്യ നമ്മൾ പറയാനുള്ള കാര്യമാണോ ഈ ശബ്ദത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ പിടിക്കുന്ന ഒരു സൂപ്പർവൈസ് വരും. അതൊരു ഉള്ളിൽ നമുക്ക് പേടിയുണ്ടാവും, അത് പുറത്ത് കാണിക്കരുത്, നമ്മൾ തകർത്തോളാം. ഓക്കെ, വെരി ഗുഡ്. I have not that much expectations, but I know I became a teacher. Yes. My evergreen ambition is become a teacher. Yes. I think 2025 is more favorable to me. Yes. It will change my future. Yes. For the last 10 years, I was a housewife only. Yes. But from 2025, I will be a teacher also. Yes. It was a precious year to me. Thank you, sir. Okay. I appreciate your language, the evergreen ambition. Very good. Okay. Yes. May your dreams be fulfilled. Thank you, sir. Thank you. Wish you very all the best. Okay. ഇനി അടുത്തതാരാണ്? ഞാൻ ആരെയും ചൂണ്ടിക്കാണിക്കുന്നില്ല, നിങ്ങൾ സ്വയം കൂടെ വരണ്ട. നിത വന്നു, അതിനോടൊപ്പം തന്നെ വിവിധ വന്നു. ഇനി ഞാൻ വേറെ കാര്യം പറയും. നിങ്ങളൊരു മോണ്ടിസോറിയിലെ അധ്യാപികയായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളോട് പറയും,
മക്കളെ നിങ്ങൾ ഇങ്ങനെ ചാടി വന്ന് പറയേ, നിങ്ങൾ ധൈര്യം കാണിക്കണമെങ്കിൽ നിങ്ങൾ അന്നേരത്തെ ഉപദേശിക്കും. ഇപ്പൊ തന്നെ ചെയ്യുന്നുണ്ടോ? അപ്പൊ സ്വന്തം മനസാക്ഷിയുള്ള നേരത്തെ നീതി പുലർത്താൻ വേണ്ടി അടുത്തതായിട്ട് ആരാണ് കടന്നു വരുന്നത്? അക്ഷര. സാർ ഞാൻ വരാൻ പോണായിരുന്നു, അപ്പൊ തന്നെ സാർ വിളിച്ചു. അതാണ് മലപ്പുറത്ത് ഉള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അക്ഷരന്റെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു 2-4 പേരെ. Okay, I expect more from you. You start. Very good. I hope 2025 is my year. Yes, very good. I wish next year I will become a teacher. Yes. This year I faced lot of happiness and sadness. Yes. I wish everyone who was with me this year should be with me next year. Oh, very good, very good, very good. Yes. Next year I will change my character. Yes. Because everyone I stand with will eventually cheat on me. So Yes. next year I will not interfere with anyone unnecessarily. Yes. I don't care anyone. You care. Don't worry. Interfere is another. Okay, very good, very good. Very good. Next year I have so many plans. I hope Yes. my dream will fulfill. Thank you, sir. Yes. Okay, very good, very good. Actually, let your dream be fulfilled next year. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വെരി ഗുഡ് ഇംഗ്ലീഷ്, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടന്റ് ഉണ്ടായിരുന്നു, നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി കൃഷ്ണേന്ദു. ശ്രുതി. സാർ ഞാൻ പറയാൻ വരുവേ. I wish 2025 is a good year for everybody. Yes, എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. Yes, okay. And my first ambition in 2025 is to successfully complete Montessori course and got a job. Very good. And I pray God to protect all of us the problems that are coming in 2025. Yes, okay. And also wish no earthquake and no rain disaster like in 2024. Okay. Very good, very good. I wish all are coming good in 2024, everybody. Thank you, sir. Okay, welcome. Okay. ഒരു പ്രസംഗം പോലെ ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ സൂചിപ്പിച്ചാണ് പറയില്ലേ, ആർക്കും ബുദ്ധിമുട്ടില്ല. എന്താ പറയാ, അപ്പുറത്താണ്, അല്ല ഇപ്പുറത്താണ്. അങ്ങനെ ടെക്നിക്കലാണ് പോയി, ഡിപ്ലോമസി ആണത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത്. ഓക്കെ, ഞാനിങ്ങനെ കടവത്ത് നിന്നുള്ള വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് പറയാൻ പോയപ്പോഴും ഓക്കെ പറഞ്ഞോളൂ. As usual, we all are passing out one more year from our life. Yes. And waiting for another year 2025. Yes. And advancedly, I wish you all that the coming year will give us more exciting and beautiful experiences and memories for us. Yes. And one thing that usually I used to make such decisions like in every New Year time, I will do that, I will not do that. But the fact is, it's never happened in the proper way. Okay. Calendar മാറുന്നുള്ളൂ, ഞാൻ മാറുന്നില്ല എന്നല്ലേ? Calendar will change, I will not change. Okay. So I stopped doing such things, that making decisions, and Yes. just focusing on my way, that what can I do, and just do that. Yes. So Okay. now, the only aim or the wish in my life is definitely to become a teacher. Yes. And so, from nowadays, not waiting for another year. Through these days, I am working hard for that, and also Yes. praying to God to successfully complete our course and get a job. That Yes. is, like someone says, my childhood ambition to become a teacher, and somehow Yes. I drop it in somewhere in my life because of some circumstances. Yes. So that ഓക്കെ, വിജില, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ക്രൂഷ്യലായ വിവരങ്ങളാണ് പറഞ്ഞത്. ഒരു കാര്യം കറക്റ്റായിട്ട് ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ എല്ലാ ജനുവരി മാസം 1-ാം തീയതി നമ്മൾ പഴയ തീരുമാനങ്ങളൊക്കെ എടുക്കും.
അതേ തീരുമാനങ്ങൾ തന്നെയായിരിക്കും പിറ്റേ വർഷം ജനുവരിയിൽ എടുക്കുന്നത്. യെസ്, അത് കുറച്ച് അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാലും നമ്മൾ മാറാനായിട്ട് മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ലേ. ഓക്കെ 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 യെസ്. ഒരു പഴഞ്ചൊല്ലില്ലേ, മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ്. അതായത് മനുഷ്യൻ ഒന്ന് ചിന്തിക്കുന്നു, ദൈവം എന്ത് ചെയ്യുന്നു, തകിടം മറിക്കുന്നു. അപ്പൊ ഞങ്ങള് ആളുകൾ ചിലപ്പോൾ ഒന്ന് മാറ്റി പറയും, മാൻ പ്രപ്പോസസ് വുമൺ ഡിസ്പോസസ്. ആണുങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ച് വരും, വീട്ടിലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും, നേരെ ഡിസ്പോസ് ആകും. അതിപ്പോ വേണ്ടാതെ അത് ഞങ്ങൾ പറയുന്നത് പ്രോവർബ് മറ്റതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് പറയുന്നത്? ഒരാൾക്ക് കൂടെ അവസരം തരാം. ഞാൻ പറയട്ടെ? എത്ര പ്രാവശ്യം കൃഷ്ണ ഞാൻ വിളിക്കണേ? യെസ്, പറയൂ. ഇത് നമ്മുടെ പഴയ ഹാപ്പി ന്യൂ ഇയർ. യെസ്. 2024 I joined the Montessori teacher training course. Yes. Then I complete the course in the 2025. Yes. Then I complete the course in 2025. My ambition is a good teacher. Yes. ബാലൻസ് ഇനിയുള്ളത് അതേ ഉള്ളൂ. കൃഷ്ണു, യു മേ ബിക്കം എ ഗുഡ് ടീച്ചർ ഇൻ 2025. നല്ലൊരു അധ്യാപികയായിട്ട് കൃഷ്ണു മാറട്ടെ 2025. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you, sir. വെൽക്കം. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ടാഗ് അവസാനിപ്പിച്ചു. വീണ്ടും വേറൊരു സബ്ജക്റ്റുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. So wish you all the best and we will meet in the next class. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay, Alfia. Thank you, sir. Okay.